പൊമ്പയിലെ ചരിത്രാവശിഷ്ടങ്ങൾ കണ്ടു തീർന്ന ശേഷം നമ്മളിപ്പോൾ നീങ്ങുന്നത് പൊമ്പൈ നഗരത്തിന്റെ പുതിയ മുഖത്തേക്കാണ്. ആർക്കിയോളജിക്കൽ പാർക്കിൽ നിന്ന് ഏതാനും മിനിറ്റുകൾ അകലെയുള്ള പൊമ്പൈ വെർജിൻ മേരി റോസറി ചർച്ച്. 18-ാം നൂറ്റാണ്ടിൽ ബർത്തലോമോ ലോഗോ നിർമ്മിച്ച ഈ മനോഹരമായ ദേവാലയം ഇറ്റലിയിലെ തന്നെ മനോഹരമായ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. പൊമ്പയിലെ ഈ ആർക്കിയോളജിക്കൽ പാർക്കിന് 3 പ്രധാന എൻട്രൻസുകളാണുള്ളത്. നമ്മൾ ആദ്യം പോർത്ത മരീനയിൽ കൂടെ കയറിയിട്ട് പിയാസ ആംബിതയാത്രോയുടെ അവിടെയാണ് നമ്മൾ ഇറങ്ങിയത്. ഈ എൻട്രൻസിൽ കൂടെ കയറാൻ നിൽക്കുന്ന തിരക്കാണ് നമ്മൾ അവിടെ കണ്ടത്. വലിയ ഗ്രൂപ്പായിട്ട് പോകുന്ന ടൂറിസ്റ്റുകൾ മിക്കവരും ഈ എൻട്രൻസ് ആണ് സെലക്ട് ചെയ്യുന്നത്. ചരിത്രത്തിൽ നിന്നിറങ്ങി നമ്മൾ വർത്തമാനത്തിലെ മോഡേൺ പൊമ്പയുടെ വീതികളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി അടുത്തുള്ള ഒരു ബാറിലേക്ക് കയറിയിരിക്കുകയാണ്. എല്ലാവരും തന്നെ ഐസ്ക്രീമാണ് സെലക്ട് ചെയ്തത്. ഞാൻ മാത്രം പതിവ് പോലെ ഒരു കോഫി ഓർഡർ ചെയ്തു, ഒരു കപ്പുച്ചീനോ. ഇതൊരു അടിപൊളി ബാറാണെന്ന് തന്നെ പറയാം. നല്ല ആംബിയൻസും നല്ല സെലക്ഷൻസും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ബാറുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഇതിൻ്റെ എൻട്രൻസിൽ ഒരു ഊഞ്ഞാലുണ്ട്. നല്ലോണമൊക്കെ റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് ഐസ്ക്രീമൊക്കെ കഴിക്കാം. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചതിന് ശേഷം പൊമ്പയിലെ പ്രശസ്തമായ വെർജിൻ മേരി റോസറി ചർച്ചിലേക്ക് ഞങ്ങൾ നടന്നു നീങ്ങുകയാണ്. ഇവിടുന്ന് ഏകദേശം 10 മിനിറ്റ് നടക്കാനാണുള്ളത്. നമുക്ക് അങ്ങ് അകലെ ആ പള്ളിയുടെ ബെൽ ടവർ കാണാൻ സാധിക്കും. വിയ റോമ എന്നാണ് ഈ സ്ട്രീറ്റിൻ്റെ പേര്. വഴിയിലുടനീളമുള്ള സ്വനീർ ഷോപ്പുകളിൽ കണ്ണോടിച്ച് ഞങ്ങളുടെ നടത്തം തുടരുകയാണ്. ഈ കുരിശുപള്ളി ഇങ്ങനെ നോക്കിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് ഓടി വരുന്നത് പാലായിലെ കുരിശുപള്ളിയാണ്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഈ പള്ളിയുടെ ബെൽ ടവർ ഇച്ചിരി ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബെൽ ടവറിൻ്റെ മുകളിലത്തെ കമാനത്തിലായി ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരു സ്റ്റാച്യു സ്ഥിതി ചെയ്യുന്നുണ്ട്. ആധുനിക പൊമ്പയുടെ സെൻട്രൽ സിറ്റിയായ പിയാസ ബാർത്തലോ ലോങ്കോ എന്ന സ്ക്വയറിലാണ് ഈ സന്തുവാറിയം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നടന്ന് നമ്മൾ കുരിശുപള്ളി കഴിഞ്ഞ് സ്ക്വയറിൻ്റെ ഏകദേശം മധ്യഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ നടക്കുന്നതിന് അഭിമുഖമായി നിൽക്കുന്ന കെട്ടിടം അലാസ്കോ ദി ഫുൾസ്കോ എന്നാണ് അറിയപ്പെടുന്നത്. ഈ മഞ്ഞ നിറത്തിലുള്ള ക്ലാസിക്കൽ ശൈലിയിലുള്ള കെട്ടിടം പൊമ്പയുടെ ടൗൺ ഹാളാണ്. വിനോദസഞ്ചാരികൾക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള പൗരന്മാർക്കും ഒത്തുകൂടാനുള്ള ഒരു പ്രധാന സ്ഥലമാണ് ഈ പിയാസ. പോപ്പ് ലയോ 14 മാർപ്പാപ്പ കഴിഞ്ഞ മെയ് 8 പൊമ്പൈ ദേവാലയ സന്ദർശനത്തിൽ ഈ സ്ക്വയറിൽ വെച്ചാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. ഇവിടെ ഇപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊമ്പയിലെ പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ പള്ളിയിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ കണ്ണ് മഞ്ഞളിച്ചു പോകുമെങ്കിലും നമ്മളെ പൊതിയുന്നത് വാക്കുകൾക്കപ്പുറമുള്ള ഒരു ദൈവീക ശാന്തതയാണ്. തീർത്ഥാടകരുടെ പ്രാർത്ഥനകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ വലിയ ബസലിക്കയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ മനസ്സിന് അപാരമായൊരു സമാധാനമാണ് അനുഭവപ്പെടുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഏതൊരു സഞ്ചാരിയുടെയും മനസ്സ് നിറയ്ക്കുന്ന അത്ഭുതകരമായ ഒരു അന്തരീക്ഷം. ക്ലാസിക് ഇറ്റാലിയൻ വാസ്തുവിദ്യയുടെ ചാരുത വിളിച്ചോതുന്ന അൾത്താരയും അതിമനോഹരമായ കൊത്തുപണികളോടുകൂടിയ തൂണുകളും ഈ പള്ളിയുടെ പ്രധാന ആകർഷണമാണ്. ഉയർന്നു നിൽക്കുന്ന കമാനങ്ങളും പ്രകാശം നിഴൽ വിരിക്കുന്ന ഇതിലെ മനോഹരമായ മേൽക്കൂരയും നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെ പാരമ്യത കാണിച്ചു തരുന്നു. കാലം എത്ര കഴിഞ്ഞാലും മങ്ങാതെ കൃത്യതയോടും ഭംഗിയോടും കൂടിയാണ് ഇതിന്റെ ഓരോ ഭാഗവും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രധാന അൾത്താരയ്ക്ക് മുകളിലായി കാണുന്ന മാതാവ് ഉണ്ണീശോയും വിശുദ്ധ ഖാദറിനും വിശുദ്ധ ഡൊമിനിക്കിനും ജപമാല നൽകുന്ന പ്രശസ്തമായ ഈ ചിത്രമാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ. തീർത്തും സാധാരണമായ ഈ ചിത്രം ഇന്ന് ദശലക്ഷക്കണക്കിന് ആളുകളുടെ പ്രതീക്ഷയുടെയും ആശ്വാസത്തിൻ്റെയും പ്രതീകമായി മാറിയതിൻ്റെ പിന്നിൽ അത്ഭുതകരമായ ഒരു ചരിത്രമുണ്ട്. പൊമ്പയിലെ പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ ബസിലിക്കയുടെ ഉത്ഭവത്തിന് കാരണം അഭിഭാഷകനും സാത്താനിസ്റ്റ് പ്രീസ്റ്റുമായിരുന്ന ബോർത്തലോ ലോങ്കോ എന്ന വിശുദ്ധന്റെ മാനസാന്തരവും ദൈവിക ഇടപെടലുമാണ്. 19-ാം നൂറ്റാണ്ടിൽ ഇരുണ്ട ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ലോങ്കോയെ ചില നല്ല സുഹൃത്തുക്കളും ഒരു ഡൊമിനിക്കൻ വൈദികനും ചേർന്ന സത്യവിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു. 1872 പൊമ്പയിലെ അന്ധവിശ്വാസത്തിലും മന്ത്രവാദത്തിലും ജീവിച്ചിരുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് മിഷൻ പ്രവർത്തനത്തിനായി എത്തിച്ചേർന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ദൈവശബ്ദം മുഴങ്ങി, നീ രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജപമാല ഭക്തി പ്രചരിപ്പിക്കുക. ജപമാല ഭക്തി പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്ന ലോങ്കോയ്ക്ക് അതിനായി ഒരു ചിത്രം ആവശ്യമായിരുന്നു. 1875 നവംബർ 8 നാപ്പോളിയിലെ ഒരു കന്യാസ്ത്രീ മഠത്തിൽ പൊടിപിടിച്ചു കിടന്നിരുന്ന ഒരു പഴയ ചിത്രം ലഭിച്ചു. പരിശുദ്ധ അമ്മയും ഉണ്ണി യേശുവും വിശുദ്ധ ഡൊമിനിക്കിനും വിശുദ്ധ ഖാദറിനും ജപമാല നൽകുന്നതായിരുന്നു ആ ചിത്രം. ഒരു ചരക്ക് വണ്ടിയിലാണ് അദ്ദേഹം ഈ ചിത്രം പൊമ്പയിലേക്ക് കൊണ്ടുവന്നത്.
ചിത്രം പൊമ്പയിൽ സ്ഥാപിച്ചതോടെ അത്ഭുതങ്ങളുടെ ഒരു പരമ്പര ആരംഭിച്ചു. രോഗശാന്തികളും അവിശ്വസനീയമായ അനുഗ്രഹങ്ങളും ഒഴുകിയെത്തി. ആയിരക്കണക്കിന് ആളുകൾ പ്രാർത്ഥനയ്ക്കായി പൊമ്പയിലേക്ക് ഒഴുകിയെത്തി. വിശ്വാസികളുടെ ഔദാര്യവും പങ്കാളിത്തവും കൊണ്ട് 1876 ലോങ്കോ അവിടെ ഒരു ചെറിയ പള്ളി നിർമ്മിച്ചു. ക്രമേണ വളർന്ന് ഇന്ന് നാം കാണുന്ന ഈ മനോഹരമായ പൊമ്പെ റോസറി ബസലിക്കയായി മാറി. പള്ളിക്ക് പുറമെ അനാഥാലയങ്ങളും അഭയകേന്ദ്രങ്ങളും അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാലത്ത് സാത്താൻ സേവകനായിരുന്ന ബാർത്തലോ ലോങ്കോ ദൈവസ്നേഹത്തിന്റെ മഹത്തായ ഒരു അപ്പസ്തോലനായി മാറി. 1980 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. ഇന്ന് പൊമ്പയിലെ ബസലിക്കായും പൊമ്പൈ മാതാവിന്റെ ഈ ചിത്രവും നമ്മെ ഓർപ്പിക്കുന്ന ഒന്നാണ്. എത്ര വലിയ പാപിക്കും ദൈവകൃപയിലേക്ക് തിരികെ വരാനും ഒരു വലിയ വിശുദ്ധനാകാൻ സാധിക്കുമെന്നും. കൂട്ടുകളും അമൂല്യ രത്നങ്ങളും കൊണ്ട് അലങ്കരിച്ച പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ ചിത്രം കാണുമ്പോൾ ഏതൊരു മനസ്സിന്റെയും സങ്കടങ്ങൾ താനേ മാഞ്ഞുപോകും. അങ്ങനെ ചരിത്രവും കലയും ഭക്തിയും ഒന്നിപ്പിക്കുന്ന ഒരു അത്യപൂർവമായ കാഴ്ചയ്ക്ക് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മൾ നേപ്പിൾസിലേക്ക് പോവുകയാണ്. ട്രെയിൻ വളരെ സ്പീഡിൽ പോകുമ്പോഴും നമ്മുടെ കഥയിലെ വില്ലൻ നായകനായ വെസ്യൂസ് പർവ്വതത്തെ നോക്കാൻ ഞാൻ മറന്നില്ല. നേപ്പിൾസിലെത്തി ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് മധുര പലഹാരങ്ങൾ വാങ്ങി. അതിനുശേഷം നല്ലൊരു പിസ്സ ഹട്ടിലേക്കാണ് പോയത്. കഴിഞ്ഞ വീഡിയോയിൽ പൊമ്പയിൽ നമ്മൾ കണ്ട ബ്രിക്സ് ഓവനും ഇപ്പോഴത്തെ മോഡേൺ ഓവനും തങ്ങളിൽ വളരെയധികം സിമിലാരിറ്റീസ് ഇല്ലേ. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പിസ്സ കിട്ടുന്ന ഇറ്റലിയിലെ നേപ്പിൾസിലെ ലൈവായിട്ട് ഇവർ പിസ്സ ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ ഒരു വൈബാണ്. റെഡിയായിരിക്കുന്ന മാവിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള മൊസറല്ല ചീസും നമ്മുടെ ഓർഡറിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസും ചേർത്ത് കനലടുപ്പിലേക്ക് വെക്കുന്നതും അവസാനം ചേർക്കേണ്ട ഇൻഗ്രീഡിയൻ്റ് ആയ ഹാമൊക്കെ ചേർക്കുന്നതും എല്ലാം നോക്കി നിന്ന് പോവും. കുട്ടികൾക്കുള്ളിൽ സംഭവം റെഡി. ചൂടോടെ ഒരു ബൈറ്റ് എടുത്തപ്പോൾ തന്നെ മനസ്സിലായി നേപ്പിൾസിന്റെ പിസ്സയുടെ തലസ്ഥാനം എന്ന് വിളിക്കുന്നത് വെറുതെ അല്ലെന്ന്. അങ്ങനെ പിസ്സയൊക്കെ കഴിച്ച് റൂമിൽ വന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. 4 ദിവസങ്ങൾ എങ്ങനെ ഓടിപ്പോയെന്ന് അറിയത്തില്ല. എല്ലാം പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നുവാണ്. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി തിരിച്ച് വെറോണയ്ക്കുള്ള റിട്ടേൺ ട്രെയിനിലാണ്. വെറോണയിൽ ചെല്ലുമ്പോൾ ശരിക്കും മിഡ് നൈറ്റ് ആകും. അങ്ങനെ മനോഹരമായ 5 നേപ്പിൾ ഡേയ്സിന് ഇവിടെ തിരശ്ശീല വീഴുകയാണ്. തുടർന്ന് അസീസി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.